കാലചക്രത്തിന്റെ പുതിയൊരു ഭ്രമണം തുടങ്ങുകയാണ്. കൊല്ലവർഷം 1202 നാം ചുവടുവെക്കുമ്പോൾ ആകാശമണ്ഡലത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലം നക്ഷത്രക്കാർക്കായി പ്രപഞ്ചമൊരുക്കുന്നത് വിസ്മയകരമായ മാറ്റങ്ങളുടെ ഒരു വർഷമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിന്റെ മൂലത്തെ അഥവാ അടിത്തറയെ കൂടുതൽ ദൃഢമാക്കാനും കഴിഞ്ഞുപോയ കാലത്തെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരതരമായ വിജയങ്ങളാക്കി മാറ്റാനും സാധിക്കുന്ന ഒരു പരിവർത്തന വർഷമായാണ് കൊല്ലവർഷം 1202 വിരുന്നെത്തുന്നത്. മൂലം നക്ഷത്രക്കാർ പൊതുവെ പ്രതിസന്ധികളിൽ തളരാത്തവരും പോരാട്ട വീര്യമുള്ളവരുമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടികളും മാനസികമായ സംഘർഷങ്ങളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇതാ ചിങ്ങം 1 പുലരി മുതൽ നിങ്ങളെ തേടി എത്തുന്നത് പുതിയൊരു കാലമാണ്. ഈ വർഷത്തെ നാം ഭാഗ്യത്തിന്റെ വിളവെടുപ്പ് കാലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ വർഷം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന അനന്തമായ സാധ്യതകളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. കരിയറിലായാലും സാമ്പത്തിക രംഗത്തായാലും കുടുംബത്തിലായാലും പുതിയൊരു ഉണർവ് അനുഭവപ്പെടാൻ പോകുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പ്രാപ്തമാണ്. ഭാഗ്യവും കർമ്മവും കൈകോർക്കുന്ന ഈ മലയാള പുതുവർഷം മൂലം നക്ഷത്രക്കാർക്ക് ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ തിളക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു യാത്രയാണ്. ഭയത്തിനു പകരം ജാഗ്രതയും നിരാശയ്ക്ക് പകരം പ്രത്യാശയും മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കൊല്ലവർഷം 1202 ആണ്ടിലെ നിങ്ങളുടെ വിധിവിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ വർഷമാണ്. മാറ്റങ്ങളെ ധൈര്യപൂർവ്വം സ്വീകരിക്കാനും ജീവിത വിജയം കൈപ്പിടിയിൽ ഒതുക്കാനും സജ്ജമാവുക. നിങ്ങൾ സ്വകാര്യ മേഖലയിലോ സർക്കാർ മേഖലയിലോ ജോലി ചെയ്യുന്നവരാവട്ടെ, നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ വർഷം തെളിയുന്നുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ച പ്രൊമോഷനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു തസ്തികയിലേക്കുള്ള മാറ്റമോ സംഭവിക്കാൻ ഇടയുണ്ട്. നിലവിലെ ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് പുതിയ അവസരങ്ങൾ തേടിപ്പോകാൻ അനുയോജ്യമായ സമയമാണിത്. പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ മധ്യത്തോടെ ആകർഷകമായ ശമ്പളത്തോടു കൂടിയ പുതിയ ഓഫറുകൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിസ നടപടികൾ വേഗത്തിലാകാനും തടസ്സങ്ങൾ നീങ്ങാനും സാധ്യത കാണുന്നു. IT, ആരോഗ്യ മേഖല, അധ്യാപനം എന്നീ രംഗത്തുള്ളവർക്ക് വിദേശത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയേറെയാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കോ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ വർഷം അനുകൂലമാണ്. പങ്കാളിത്ത കച്ചവടത്തേക്കാൾ സ്വന്തം നിലയിലുള്ള ബിസിനസ്സുകളിൽ കൂടുതൽ ലാഭം വരാൻ സാധ്യതയുണ്ട്. വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനോ ഉയർന്ന ബിരുദങ്ങൾ നേടാനോ ഉള്ള ശ്രമങ്ങൾ ഈ വർഷം വിജയകരമാകും. ഇത് ഭാവിയിൽ നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉയർത്താൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ പുരോഗതിയും അതേസമയം വലിയ നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതയുമാണ് ഈ വർഷം പ്രവചിക്കുന്നത്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. ശമ്പളത്തിനു പുറമെ കമ്മീഷൻ, ഫ്രീലാൻസ് ജോലികൾ അല്ലെങ്കിൽ കൃഷി എന്നിവയിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. ദീർഘകാലമായി തിരിച്ചു കിട്ടാനുണ്ടായിരുന്ന പണം അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്ന ഇൻഷുറൻസ് തുക, പിതൃസ്വത്ത് എന്നിവ കൈവരാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ ഈ വർഷത്തെ വരുമാനം നിങ്ങളെ സഹായിക്കും. ഭൂമി, വീട്, സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് വിദഗ്ധോപദേശം തേടി മാത്രം മുന്നോട്ട് പോകുന്നത് ഗുണകരമാകും. ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള മാസങ്ങൾ സാമ്പത്തിക ഇടപാടുകൾക്ക് കൂടുതൽ അനുയോജ്യമായി കാണപ്പെടുന്നു. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അനാവശ്യ ചെലവുകൾ വരാനും സാധ്യതയുണ്ട്. അത്യാഡംബരങ്ങൾ ഒഴിവാക്കി കൃത്യമായ ബജറ്റ് പ്ലാനിംഗ് നടത്തുന്നത് വർഷാവസാനം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ സാധ്യതയുള്ള വർഷമാണിത്. മൂലം നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു ഉണർവ് അനുഭവപ്പെടാം. വിവാഹം അന്വേഷിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. വീട്ടുകാരുടെ സമ്മതത്തോടെയുള്ള വിവാഹാലോചനകൾ വിജയത്തിലെത്തും. തടസ്സങ്ങൾ മാറി മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി പരസ്പര ധാരണ വർദ്ധിക്കും. ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും സമയം ചെലവഴിക്കാനും സാധിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായോ തൊഴിൽപരമോ ആയ സഹായങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും കരിയറിലും വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ വിവാഹം അല്ലെങ്കിൽ വിദേശ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കാൻ ഇടയാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായി അടുക്കാൻ ഈ വർഷം സാഹചര്യമൊരുങ്ങും. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വന്നേക്കാം. എങ്കിലും വലിയ പ്രതിസന്ധികൾക്ക് സാധ്യത കുറവാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. ശാരീരികമായ ഉന്മേഷത്തോടൊപ്പം മാനസികമായ സമാധാനവും നിലനിർത്താൻ സാധ്യതയുണ്ട്. പൊതുവെ ഊർജ്ജസ്വലരായി കാണപ്പെടും. എങ്കിലും നടുവേദന, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉദര രോഗങ്ങൾ എന്നിവയുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തുന്നത് നന്നായിരിക്കും. ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആരോഗ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കും. മൂലം നക്ഷത്രക്കാർ അമിതമായി ചിന്തിക്കുന്നവരാണ്. ഈ വർഷം മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയവ ശീലമാക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. പോസിറ്റീവായ ആളുകളുമായി സൗഹൃദം പങ്കിടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ജോലിക്കിടയിൽ ആവശ്യമായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ
കൃത്യമായ ദിനചര്യ പിന്തുടരുന്നത് ഗുണകരമാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഈ മലയാള പുതുവർഷം മികച്ച ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം അനുകൂല സാഹചര്യങ്ങളാണ്. ഏകാഗ്രതയോടെയുള്ള പഠനം വിജയസാധ്യത വർദ്ധിപ്പിക്കും. വിദേശത്തോ ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളിലെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ ലഭിക്കാനും സാധ്യത കാണുന്നു. സാങ്കേതിക വിദ്യ, ഭാഷകൾ, ആത്മീയ വിഷയങ്ങൾ എന്നിവ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും. എല്ലാ മേഖലകളിലും ഗുണകരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. മൂലം നക്ഷത്രക്കാർ പലപ്പോഴും പരുഷമായി സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക ഇടങ്ങളിലും കുടുംബത്തിലും സംസാരം നിയന്ത്രിക്കുന്നത് അനാവശ്യ ശത്രുത ഒഴിവാക്കാൻ സഹായിക്കും. ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോഴോ ജാമ്യം നിൽക്കുമ്പോഴോ അതീവ ജാഗ്രത പാലിക്കുക. തിരിച്ചു കിട്ടാൻ പ്രയാസമുള്ള തുകകൾ ഈ വർഷം ആർക്കും നൽകാതിരിക്കുന്നതാണ് ഉചിതം. തിരക്കുള്ള സമയങ്ങളിലും രാത്രികാലങ്ങളിലും വാഹനം ഓടിക്കുമ്പോൾ നിയമങ്ങൾ കർശനമായും പാലിക്കുക. അശ്രദ്ധ ഒഴിവാക്കുന്നത് അപകട സാധ്യത കുറയ്ക്കും. വസ്തു ഇടപാടുകളിലോ ബിസിനസ് കരാറുകളിലോ ഒപ്പിടുന്നതിന് മുൻപ് രേഖകൾ കൃത്യമായി പരിശോധിക്കുക. വിശ്വാസവഞ്ചനയ്ക്ക് ചെറിയ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. ചിങ്ങം മുതൽ കന്നി വരെയുള്ള സമയം പുതിയ തുടക്കങ്ങളുടെ കാലമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രണയബന്ധങ്ങൾക്കും വിവാഹാലോചനകൾക്കും അനുയോജ്യം. തുലാം മുതൽ വൃശ്ചികം വരെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. യാത്രകൾക്ക് സാധ്യത. തൊഴിൽപരമായ അംഗീകാരം ലഭിക്കും. ധനു മുതൽ മകരം വരെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. കുംഭം മുതൽ മീനം വരെ ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തും. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. മേടം മുതൽ ഇടവം വരെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകും. ചെറിയ ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. മിഥുനം മുതൽ കർക്കടകം വരെ സമാധാനപൂർണമായ കാലഘട്ടം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. വർഷാവസാനം ഐശ്വര്യപൂർണമായിരിക്കും. ഗ്രഹങ്ങളുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷ സാധ്യതകൾ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ ദിവസവും ഗണപതി ഭഗവാനെ സ്മരിക്കുക. മാസത്തിലൊരിക്കൽ കർഗഹോമം അല്ലെങ്കിൽ മോദകം വഴിപാടായി നൽകുന്നത് നല്ലതാണ്. ധൈര്യവും ആരോഗ്യവും വർദ്ധിക്കാൻ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നതും ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും അതിവിശേഷമാണ്. മൂലം നക്ഷത്രത്തിന്റെ അധിപനായ കേതുവിനായി അശ്വതി, മകം നക്ഷത്ര ദിവസങ്ങളിൽ വിളക്ക് തെളിക്കുകയോ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യുക. കുടുംബത്തിലെ മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം വാങ്ങുന്നത് ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ നീങ്ങാൻ കാരണമാകും. പച്ച, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം പോസിറ്റീവ് എനർജി നൽകാൻ സാധ്യതയുണ്ട്. മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മറ്റുള്ളവർ വില നൽകും. രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഉള്ളവർക്ക് പുതിയ പദവികൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും. കൊല്ലവർഷം 1202 മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ വർഷമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ ആരംഭമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസികമായ അസ്വസ്ഥതകൾക്കും പരിശ്രമിച്ചിട്ടും ബലം ലഭിക്കാത്ത അവസ്ഥയ്ക്കും ഈ വർഷം മാറ്റമുണ്ടാകാൻ സാധ്യതകളുണ്ട്. ഈ മാറ്റം പെട്ടെന്നുള്ള ഒന്നായിരിക്കില്ല, മറിച്ച് സാവധാനത്തിലുള്ളതും എന്നാൽ സുസ്ഥിരവുമായ ഒന്നായിരിക്കാനാണ് സാധ്യത. കൊല്ലവർഷം 1202 മൂലം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളെക്കാൾ കൂടുതൽ സാധ്യതകൾ നൽകുന്ന ഒരു വർഷമാണ്. പ്രപഞ്ചമൊരുക്കുന്ന ഈ സുവർണാവസരങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായ സമീപനം പുലർത്തുക. ജ്യോതിഷം എന്നത് ഒരു വഴിവിളക്ക് മാത്രമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും ചേരുമ്പോൾ ഈ മലയാള പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ തളരാതെ അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള ചവിട്ടുപടിയായി കാണുക. ഈ പ്രവചനം പൊതുവായ നക്ഷത്രഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിയുടെ ജാതകം, നിലവിലുള്ള ദശകൾ, അപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. കൃത്യമായി അറിയാൻ ഒരു ജ്യോത്സ്യനെ കണ്ട് ജാതകം പരിശോധിപ്പിക്കുന്നത് ഉചിതമായിരിക്കും.